ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ടയുടെ ഡിയോ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. 13,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട്. പുതിയ ലൈനറാണ് കിടക്കണേ, ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. അതേപോലെ തന്നെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടുന്നുണ്ട്. പിന്നെ അതേപോലെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽട്ടറൊക്കെ നമുക്ക് പുതിയ ഫിൽട്ടർ കിടക്കണേ, ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. ക്ലച്ച് ഭാഗത്തും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് തരണം. പിന്നെ ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളറൊക്കെ കിടക്കുന്ന യൂണിറ്റാണത്. അതും നിലവിൽ വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. ക്ലച്ച് യൂണിറ്റ് ആയാലും വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബെൽറ്റ് കമ്പനി ബെൽറ്റ് ഒറിജിനൽ തന്നെ കിടക്കണേ, വേറെ പ്രശ്നം കാര്യമായിട്ടുള്ള പ്രോബ്ലം ഒന്നും ആയിട്ടില്ല. ചെറിയൊരു ക്രാക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട. നിലവിൽ നമുക്ക് ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ CVT ക്ലച്ചിൻ്റെ പാർട്ടും കൂടി അഴിച്ച് നമ്മൾ ചെക്ക് ചെയ്യാനാണ്. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓരോ 10,000 കിലോമീറ്ററിൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ട വർക്കാണ് ക്ലച്ച് ഗ്രീസിംഗ് എന്നുള്ളത്. നമ്മൾ ഓരോ സർവീസിലും ചെക്ക് ചെയ്യാറുണ്ട്, നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ അഴിച്ച് ഗ്രീസിങ്. 10,000 കിലോമീറ്റർ വൈസ് ഒന്നും നോക്കാറില്ല, സാധാരണ എല്ലാ സർവീസും നമ്മൾ ചെക്ക് ചെയ്യും. അഴിച്ച് ഗ്രീസിങ് ആവശ്യമുള്ളതാണെങ്കിൽ കൈയോടെ തന്നെ ഗ്രീസ് ചെയ്ത് വിടും. ഇതിപ്പോൾ നിലവിൽ വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഇല്ല. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിലും നമ്മൾ കൂട്ടത്തിൽ കൂടെ മാറ്റി വിടുന്നുണ്ട്. പിന്നെ ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്, എക്സൈഡിൻ്റെ ബാറ്ററിയാണ്. 12 വോൾട്ട് 4 ആംപിയറിൻ്റെ ബാറ്ററിയാണ് വണ്ടി വന്നത്. നമുക്കതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 12.5 വോൾട്ട് ഉണ്ട്, 12.71 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ അതിൻ്റെ വാല്യൂസായിട്ട് കാണിക്കുന്നത് ബാറ്ററി ഡാമേജ് ആയിട്ടാണ്. അപ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് എപ്പോൾ വേണമെങ്കിലും കാണിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കാണിക്കാം. ബാറ്ററിയുടെ റിലേറ്റഡ് ആയിട്ട് തന്നെ കംപ്ലയിൻറ്റ് വരുമ്പോൾ നമുക്ക് ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്താൽ പോലും സെൽഫ് സ്റ്റാർട്ട് ആവാനായിട്ടൊരു ബുദ്ധിമുട്ട് കാണിക്കും. അത് അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ബാറ്ററി മാറ്റി വയ്ക്കാം. ഇപ്പം നിലവിൽ കംപ്ലയിൻ്റ് ആണെങ്കിൽ പോലും ഇപ്പം മാറ്റണമെന്നില്ല, നമുക്ക് കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി. പക്ഷേ നമ്മൾ ജനറൽ സർവീസിനകത്ത് ഇതെല്ലാം ഇൻക്ലൂഡാണ്, ബാറ്ററി ടെസ്റ്റ് അടക്കം ഉള്ളത് കൊണ്ട് നമ്മളത് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ കണ്ടീഷനൊന്ന് പറയണമെന്നുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല. അപ്പോൾ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് കേബിൾ പൊട്ടിപ്പോയേക്കാണ്, ഇന്നർ പൊട്ടിയേക്കാണ്. അപ്പോൾ നമുക്ക് ആ കേബിൾ അസംബ്ലി ഒന്ന് മാറ്റിയിട്ടാൽ മതി. അതിന് ശേഷം നമ്മൾ ഫ്രണ്ടും ബ്രേക്കും കൂടി അഴിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യും. ഫ്രണ്ടും ബാക്കും ടയറിൻ്റെ കണ്ടീഷനൊക്കെ ഫ്രണ്ട് ടയറൊക്കെ ഓക്കെയാണ്, നിലവിൽ വേറെ പ്രോബ്ലം ഇല്ല. ബാക്കിലത്തെ ടയറും ഈ പറഞ്ഞ രീതിയുടെ പുതിയ ടയറൊക്കെ കിടക്കണം കേട്ടോ, വലിയ പുത്തൻ ടയർ മാറ്റിയിട്ടാണ്. അപ്പോൾ അതും വേറെ പ്രോബ്ലം ഉള്ള കേസല്ല. ഇതൊക്കെ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളുള്ളൂ മെയിനായിട്ട്, വേറെ കംപ്ലയിൻറ്റ്സ് എന്ന് പറയാനായിട്ടൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗും നമ്മൾ കൂട്ടത്തിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. എയർ ഫിൽറ്റർ പ്ലഗും കൂടി ഒരുമിച്ച് മാറ്റിയാണ്. ശരിക്കും എയർ ഫിൽറ്റർ പ്ലഗും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടത്. ഓരോ 10,000 കിലോമീറ്ററിലും മാറ്റേണ്ടി വരുന്നൊരു പാർട്ടാണത് കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് ഞാൻ ഇൻഫോം ചെയ്തേക്കാം കേട്ടോ. ഓക്കെ.